ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അരികിലെത്തുന്നു. പ്രതാപനോട് പറയുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമായിട്ട് അച്ഛാ, ഇത്തവണയെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റിയല്ല അച്ഛ എന്ന് പറയുന്നുണ്ട് കരുണ. അതോടൊപ്പം പറയുന്നു, ഇതുവരെ അവളുടെ മുന്നിൽ തോറ്റ് ഞാൻ ആകെ നിലം പതിച്ചു തുടങ്ങി. എന്തായാലും അവളുടെ മുഖം ഇനി കാണണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷമാവുന്നു. എനിക്ക് കമ്പത്തിരിയും പൂത്തിരിയൊക്കെ കത്തിക്കാനൊക്കെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് വളരെ അപകടകരമാണ് മോളെ. അതെല്ലാം നമുക്ക് സമാധാനം സാവകാശത്തോടെയും പിന്നീട് ചെയ്യാമെന്ന് പറയുന്നു. അതുകൊണ്ട് മോള് കുറച്ച് ദിവസത്തേക്ക് എല്ലാം ഒന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മോൾ ആഗ്രഹിച്ചതുപോലെ പടക്കം പൊട്ടിച്ചോ കമ്പത്തിരി ഇതാക്കിയോ പായസം വെച്ചോ ഒക്കെ നമുക്ക് അവളുടെ മരണം വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കാമെന്ന് പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് കരുണ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ അച്ഛ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, അവൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള ഒരു വിവരങ്ങളും അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. അവൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് മോളോട് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ആട്ടം ഇത്തിരി കുറഞ്ഞല്ലോ, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിരിക്കുകയായിരുന്നു. എന്നാലും എനിക്ക് പോലീസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടിട്ട മോളെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ടെന്ന് കരുണ പറയുന്നു. അച്ഛനും മേഘേട്ടനുമാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് തെളിയിക്കാനായിട്ടൊന്നും ആർക്കും കഴിയില്ല എന്ന് മുത്തശ്ശിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങാനും പോലീസ് വന്നാൽ തന്നെ മുത്തശ്ശി അവരെ കണ്ട് പേടിക്കാതിരുന്നാൽ മതി. അവരെന്ത് ചോദിച്ചാലും അറിയില്ല എന്നുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കരുണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ മോളുടെ മുഖത്ത് ഈ സന്തോഷം കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി എനിക്കും പ്രതാപനെന്ന് മുത്തശ്ശി പറയുന്നു. കല്യാണത്തിന് ശേഷം എൻ്റെ മോള് ചിരിച്ചു കാണുന്നത് ഇപ്പോഴാണ്. ഇനി എന്തായാലും എൻ്റെ മോൾക്ക് ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. കമലേശ്വരത്തെ മഹാറാണി ആരെന്ന് ചോദിച്ചാൽ എൻ്റെ കരുണമോളെന്ന് എനിക്ക് പറയാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി വളരെയേറെ സന്തോഷിക്കുകയാണ്. ഇനി പഴയ പോലുള്ള ഉഷിരൊന്നും ആ കണ്ണൻ ഉണ്ടാകില്ല എന്ന് പറയുന്നു മുത്തശ്ശി. അത് കേൾക്കുന്ന പ്രതാപം പറയുന്നു, അവനെയും ഇതുപോലെ മുകളിലേക്ക് പറഞ്ഞയക്കാം എന്നാണ് മേഘനാഥൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മാർക്കോ കണ്ണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. മാർക്കോനെ കാണുന്ന കണ്ണൻ പറയുന്നുണ്ട്, തന്നോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നു. തനിക്ക് ഞാൻ എന്ത് തന്നാലും താൻ ചെയ്തതിനൊന്നും പകരമാവില്ല എന്നും. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണെന്നും എനിക്കൊരു സമ്മാനം തരുമെന്നും വേണ്ട കണ്ണൻ സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്തായാലും മാഡത്തിന് നേരെ ഒരു വലിയ ചതി തന്നെയാണ് നടന്നതെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇതെല്ലാം കേൾക്കുന്ന അനന്ത് പറയുന്നുണ്ട്, ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കണ്ണ, നമുക്ക് എന്തായാലും ഇതിനൊരു തിരിച്ചടി അവർക്ക് പ്രതാപനും മേഘനാഥനും കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്ന കണ്ണൻ പറയുന്നു, എന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതിന് ഞാൻ തക്കതായ അവർക്ക് ശിക്ഷ തന്നെ നൽകിയിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, ഇപ്പം എടുത്തു ചാടി സാറൊന്നും ചെയ്യേണ്ട, അവർക്ക് വേണ്ട പരിപാടികളൊക്കെ ഞാൻ തന്നെ നടത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു തിരിച്ചടി തന്നെയാണ് അവർക്കിട്ട് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ അവസാനത്തെ കളിയായിരിക്കുമെന്ന് മാർക്കോ പറയുന്നു. ഇനി ഒരിക്കലും അവരിങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കില്ല, അതിനുള്ള തക്കതായ ശിക്ഷ തന്നെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട്. എന്തായാലും ഞാനും അനന്തവും തൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അതിന് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.